നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവളെ നീ എന്തിനാടാ തടയാൻ പോയത്? അവൾ എന്തെങ്കിലും കുഴപ്പത്തിൽ പോയി പെട്ട നിനക്കെന്താടാ? പെടണം, അതാ എന്റെ ആഗ്രഹം. ചേച്ചി, അതിന്റെ നാണക്കേട് ഞാൻ കൂടി സഹിക്കണ്ടേ? എന്തിന്? അതിന് നീ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നാട്ടുകാർ നോക്കില്ല. പറയുമ്പോ അവരെന്താ പറയാ? സിദ്ധാർത്ഥൻ വക്കീലിന്റെ ഭാര്യ കാരണം മരണം നടന്നു എന്ന് പറയും. അത് ശരിയാ. അങ്ങനെ ഒരു നാണക്കേട് നിനക്കുണ്ടാകാൻ പാടില്ല. ഞാൻ പരമാവധി പറഞ്ഞു നോക്കിയതാ അച്ഛാ. അവള് കേൾക്കണ്ടേ? ഇനിയല്ല അവളുടെ വിധി പോലെ വരട്ടെ. അങ്ങനെ പറയുന്നത് ശരിയല്ല മോനെ. ആ കേസ് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഒതുക്കാനായിരിക്കും പോലീസ് ശ്രമിക്കുന്നത്. അതിന് നമ്മൾ വഴങ്ങേണ്ട കാര്യമുണ്ടോ? നമ്മളല്ലല്ലോ, അവളല്ലേ. ഒരു കണക്കിന് അവൾ ഇങ്ങനെയുള്ള ഏടാകൂടത്തിൽ ചെന്ന് പെടുന്നതാ നല്ലത്. ഡിവോഴ്സ് കിട്ടാനേ ഇതൊക്കെ ഒരു കാരണമാവോടാ. ഡിവോഴ്സ് ഞാൻ അല്ലെങ്കിലും വാങ്ങിക്കും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അളിയൻ വക്കീലല്ലേ? അളിയനറിയാത്ത വകുപ്പുകളുണ്ടോ? അതെന്തെങ്കിലും ആവട്ടെ, നീയും കൂടി ഒന്ന് പോകുന്നത് നന്നായിരിക്കും. ഇപ്പോഴും അവള് നിന്റെ ഭാര്യയാ. അതുകൊണ്ട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട് അവളെ രക്ഷിക്കാൻ. പറഞ്ഞാ കേക്കാത്ത ഇവൻ എന്ത് ചെയ്യാനാ? അതല്ല പ്രേമേ, അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ചന്ദ്ര ഒരു പൊട്ടിയാ. എന്തിലെങ്കിലും ചെന്ന് പെട്ടാൽ അവൾ എന്തൊക്കെയാ പറയാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എല്ലാരും കൂടെ ചെയ്താണെന്ന് അവള് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പറയൂ? പറഞ്ഞാൽ പറഞ്ഞാ പെട്ടതാ. അതിനിപ്പോ എന്ത് ചെയ്യും? ഇവ പോണോ? പൊയ്ക്കോട്ടെ, പോയി രക്ഷിക്കട്ടെ. ഓ, നമ്മുടെ തലേ വന്ന് പെട്ടുപോയില്ലേ, രക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെല്ലുമോനെ, അവക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. നീ പോകുന്നതന്നെയാ നല്ലത്. അപ്പൊ തങ്കച്ചിയുമായിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാവുകയാണോ ഡാഡി? നാണോ ഉണ്ടോ ഇത്രയും ദ്രോഹിച്ച് അവരുടെ കാല് പിടിക്കാൻ? ഞാനല്ല, അവരാണ് ചർച്ചയ്ക്ക് അങ്ങോട്ട് വിളിച്ചത്. അതിങ്ങനെ കാലുപിടുത്തമാവും? അത് വേണ്ട സർ. കേസ് അതിന്റെ വഴിക്ക് പോട്ടെ. കോടതിയുടെ തീരുമാനം മിക്കവാറും നമുക്ക് അനുകൂലമായിരിക്കും. പിന്നെന്തിനാ തങ്കച്ചിയുടെ ഔദാര്യം? സമാധാനം വേണ്ടേ നിരഞ്ജൻ? തങ്കച്ചിയുടെ മുമ്പിൽ കുമ്പിട്ടിട്ട് കിട്ടുന്ന സമാധാനം വേണ്ട. താനായിരിക്കും വിടുന്നില്ല അല്ലേ? എടോ സ്വാമി, തനിക്ക് പല താല്പര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും ഡാഡിക്കോ ഈ വീട്ടിലുള്ളവർക്കോ ഗുണം ചെയ്യുന്നതല്ലെന്നും അറിയാം. താൻ ചെയ്യുന്ന പലതും സംശയം ഉണ്ടാക്കുന്നതാ. താൻ ശരിക്കും ആരുടെ ആളാണെന്ന് പോലും ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും മാഡം, പക്ഷെ സാറിന് അറിയാം. ഞാൻ സാറിന്റെ ആള് തന്നെ. സാറിന് ദോഷപ്പെട്ടതൊന്നും ഈ സ്വാമി ചെയ്യില്ല. അത് സ്വാമിയുടെ വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസം നേരെ മറിച്ച. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ അങ്ങോട്ട് ചെയ്യാം. ഒന്ന് ഞാൻ തീർത്ത് പറയാം, ഇതുപോലുള്ളൊരു അവസരം ഇനി അങ്ങോട്ട് കിട്ടില്ല. തങ്കച്ചി ഒത്തുതീർപ്പിന് തയ്യാറാവുന്നത് ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യം. ഞാൻ നിർബന്ധിക്കില്ല. എല്ലാം സാറിന്റെ ഇഷ്ടം. സാറിന് താല്പര്യമില്ലെന്ന് ചെന്ന് പറഞ്ഞേക്ക് തന്റെ തങ്കച്ചിയുടെ അടുത്ത്. അതെ, അതാണ് ഞങ്ങളുടെ തീരുമാനം. നോ കോംപ്രമൈസ്. എന്താ സാറേ, മോളും മരുമകനും പറയണ പോലെ അങ്ങോട്ട് ചെയ്യട്ടെ. വേണ്ട സ്വാമി, നമ്മൾ എന്താണോ നേരത്തെ തീരുമാനിച്ചത് അതുപോലെ തന്നെ ചെയ്താൽ മതി. തങ്കച്ചി ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് അവരെ നമ്മൾ പിണക്കുന്നത് ശരിയല്ല.